കുറച്ചാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് കുറച്ച് അഡീഷണൽ പ്രോബ്ലംസാണ് നമ്മുടെ ഗ്രാഫിക്സുമായിട്ട്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സുമായിട്ട് ബന്ധപ്പെട്ട് വെച്ച് ലൈൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ലൈൻ റൊട്ടേറ്റിംഗ് മെത്തേഡിൽ വരുന്ന കുറച്ച് അഡീഷണൽ പ്രോബ്ലംസാണ്. അപ്പോൾ ആ ലൈൻ റൊട്ടേറ്റിംഗ് മെത്തേഡിൽ നമ്മൾ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം, കാര്യം നമ്മളൊരു ബേസിക് ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനുള്ള ഫിഗറാണ്, ഫസ്റ്റ് ക്വാഡ്രൻ്റ് വെച്ച് പ്രൊജക്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എല്ലാ പ്രോബ്ലംസും ഐഡൻറ്റിഫൈ ചെയ്ത് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ ഫിഗറിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇതെങ്ങനെയാണ് ചെയ്തെന്നുള്ള ഒരു 3-4-5 ക്വസ്റ്റ്യൻസ് ഈ ഒരു ബേസിക് ഫിഗർ വെച്ച് വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം പിന്നെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ നോക്കിയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബേസിക് ഫിഗറിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരു 3-4 നിങ്ങൾക്ക് അറിയാം. പിന്നെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എ ഡാഷ് ഇപ്പുറത്ത് വന്നു, എ ഇവിടെ വന്നു, ബി അങ്ങനെ മാറുന്നത്. അതായത് സെക്കൻഡ് ക്വാർട്ടറിൻ്റെ തേർഡ് ക്വാർട്ടറിലേക്കൊക്കെ ലൈൻസ് പോകുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി അറിയാമെങ്കിൽ അതേ സാധനം വെച്ചുകൊണ്ട് അതേ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ്. നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് അതിൻ്റെ എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ അത് എലിവേഷനാണ്, എലിവേഷൻ അഥവാ ഫ്രണ്ട് വ്യൂ ആണ്. എ ബി എന്ന് പറയുന്നതാണ് എന്താണ് നമ്മുടെ ലൈനിൻ്റെ പ്ലാൻ അഥവാ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിക്കോളാം. എ ഡാഷ് ബി വൺ ഡാഷ് ആണ് ഞാൻ എന്തായിട്ട് എടുത്തേക്കുന്നത് ഇവിടെ ട്രൂ ലെന്ത് ആയിട്ട് പറയുന്നത് എപ്പോഴും. എ ബി വൺ ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് പ്ലാനിലെ ട്രൂ ലെന്ത്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രൂ ലെന്തിൻ്റെ ഇംഗ്ലീഷിനാണ് എ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ഇംഗ്ലീഷ്, ഇത് ലൈൻ റൊട്ടേറ്റിംഗ് മെത്തേഡിലാണ്. ഈ എ ഡാഷ് ബി വൺ ഡാഷിൻ്റെ അകത്തുള്ള ഇംഗ്ലീഷ്, അതായത് ഈ ഒരു ഇംഗ്ലീഷിനാണ് എ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ഈ അകത്തുള്ള ഈ ഇംഗ്ലീഷ്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ തീറ്റ ആണ് ഇവിടെ ഇത്രയും കാണിച്ചിരിക്കുന്നത്, തീറ്റ. അത് ഇംഗ്ലീഷ് ഓഫ് ദ ലൈൻ വിത്ത് എച്ച് പി ആണത്. അതേപോലെ എ ബി വൺ എന്ന് പറയുന്ന ട്രൂ ലെന്തിൻ്റെ ഇംഗ്ലീഷാണ് ഫൈ, ഇത്രയേ വരത്തുള്ളൂ. ഇതാണ് ഫൈ എന്ന് പറയുന്നത്, അഥവാ ഇംഗ്ലീഷ് ഓഫ് ദ ലൈൻ വിത്ത് വി പി. അതാണ് ട്രൂ ഇംഗ്ലേഷൻസ് എന്ന് പറഞ്ഞാൽ തീറ്റയും ഫൈയും ആണ്. അത് ട്രൂ ലൈനിൻ്റെ ഒരു ലൈനിൻ്റെ ട്രൂ ഇംഗ്ലേഷൻസ് എന്ന് പറയുമ്പോൾ ലൈനിൻ്റെ ആക്ച്വൽ ഇംഗ്ലേഷൻ വിത്ത് ഹൊറിസോണൽ പ്ലെയിൻ ആണ്, വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. തീറ്റയും ഫൈ ആണ്. ലൈൻ റൊട്ടേറ്റിംഗ് മെത്തേഡിൽ തീറ്റ എന്ന് പറഞ്ഞാൽ എ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ഇംഗ്ലേഷൻ വിത്ത് എക്സ് വൈയും, എ ബി വണ്ണിൻ്റെ ഇംഗ്ലേഷൻ പ്ലാനിൽ ട്രൂ ലെന്ത് കിട്ടുമ്പോൾ അതിൻ്റെ ഇംഗ്ലേഷൻ വിത്ത് എക്സ് വൈ എന്ന് പറയുന്ന ഫൈ അഥവാ ഇംഗ്ലൈൻ ടു വി പിയും കിട്ടും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ അപ്പാരൻ്റ് ഇംഗ്ലേഷൻ, എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന എലിവേഷൻ്റെ ഇംഗ്ലേഷനാണ് ആൽഫ, എ ബി എന്ന് പറയുന്ന പ്ലാനിൻ്റെ ഇംഗ്ലേഷനാണ് ബീറ്റ. ദീസ് ആർ ദ ഇംഗ്ലേഷൻ ഓഫ് എ ഡാഷ് ബി ഡാഷ് വിത്ത് എക്സ് വൈ ലൈൻ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് എലിവേഷൻ്റെ ഇംഗ്ലേഷൻ വിത്ത് എക്സ് വൈ ലൈൻ, എ ബി എന്ന് പറയുന്ന പ്ലാനിൻ്റെ ഇംഗ്ലേഷൻ വിത്ത് എക്സ് വൈ ലൈനാണ് ബീറ്റ എന്ന് പറഞ്ഞാൽ. ദീസ് ആർ നോൺ ആസ് ദ അപ്പാരൻ്റ് ഇംഗ്ലേഷൻ. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇനി അടുത്ത ഇത് വെച്ച് കൊണ്ടുപോയി നമുക്കൊന്നാണ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അടുത്തത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് വരയ്ക്കുന്ന സാധനം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഡാർക്ക് ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാനിത് ലൈറ്റ് വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഡാർക്ക് പെൻ ഉപയോഗിച്ചിട്ട് ഞാൻ വരയ്ക്കുന്നതാണ് നമുക്ക് ഡാർക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സാധനം. ഇപ്പോൾ എക്സ് വൈ ലൈനും ഡാർക്കാണ് നോർമലി പറയൽ, പക്ഷേ എനിക്ക് കാണാൻ രസമില്ലാത്തതുകൊണ്ട് അത് ഞാൻ എപ്പോഴും ലൈറ്റ് വരയ്ക്കില്ല. പക്ഷേ എന്നാലും എ ഡാഷ് ബി ഡാഷും എ ഡാഷ് ബി വൺ ഡാഷും, അതായത് ട്രൂ ലെന്തും അതേപോലെ എലിവേഷനും, എ ബി എന്ന് പറയുന്ന പ്ലാനും എ ബി വൺ എന്ന് പറയുന്ന ട്രൂ ലെന്തും, പ്ലാനിലെ ട്രൂ ലെന്തും, ഇത് രണ്ടും എന്തായിട്ട് കീപ്പ് ചെയ്യുക, 4 ഈ 4 സാധനം മാത്രമായിരിക്കണം ഇവിടെ എന്തായിട്ട് വരേണ്ടത്, ഡാർക്ക് കണ്ടിന്യൂസ് ലൈൻസ് ആയിട്ട് വരേണ്ടത്. ബാക്കിയെല്ലാം ലൈറ്റായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ഡയമെൻഷൻ അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഇപ്പുറത്തോട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മറച്ച് ഇപ്പുറത്തോട്ട് നോക്കി റെഫറൻസ് ചിലപ്പോൾ എടുക്കാൻ വേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ അതിങ്ങനെ ഒന്ന് ചെയ്ത് വെക്കാം, റെഫറൻസിന് എടുക്കേണ്ടി വരും എന്നുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയോ. ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഏതൊരു ക്വസ്റ്റിനും നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് എഴുതിയതിന് ശേഷം അത് അത്രയും വരച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എന്താ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, ദ എലിവേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ സി ഡി. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ പേരെന്ന് പറയുന്നത് സി ഡി എന്നാണ്. അപ്പോൾ സി ഡി ആണ് നമ്മുടെ ലൈൻ. അപ്പോൾ എലിവേഷൻ്റെ സി ഡി എന്ന് പറയുന്ന ലൈനിൻ്റെ എലിവേഷൻ എന്തായിരിക്കും, സി ഡാഷ് ഡി ഡാഷും, പ്ലാൻ എന്ന് പറയുന്നത് സി ഡിയും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ട്രൂ ലെന്തുകൾ സി ഡാഷ് ഡി വൺ ഡാഷും സി ഡി വണ്ണും ആയിരിക്കും. അപ്പോൾ എ ബി ഒന്നും ആയി പോകരുത്, അത് മനസ്സിലാക്കിക്കോളണം. അപ്പോൾ ഇത് എലിവേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ സി ഡി ഈ 65 മില്ലിമീറ്റർ ലോങ്. അപ്പോൾ എലിവേഷനാണ് എത്രയാണ്, 65 മില്ലിമീറ്റർ ലോങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 65 മില്ലിമീറ്റർ ലോങ് എന്ന് പറഞ്ഞാൽ സി ഡി എന്ന് പറയുന്നതിൻ്റെ ട്രൂ ലെന്ത് അല്ല, അതിൻ്റെ എലിവേഷൻ്റെ എന്താ. എലിവേഷൻ നമ്മളെങ്ങനെ കാണിക്കുന്നത്, സി ഡാഷ് സ്മാൾ ലെറ്റർ ഡി ഡാഷ്. അപ്പോൾ ഈ ലെന്താണ് എത്രയാണ്, 65. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്, അത് ട്രൂ ലെന്ത് അല്ല തന്നിരിക്കുന്നത്. ദ പോയിൻറ്റ് സി ഈസ് 15 മില്ലിമീറ്റർ ബിലോ എച്ച് പി. അപ്പം സി എന്ന് പറയുന്ന പോയിൻ്റ് എന്താണ്, പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, 15 മില്ലിമീറ്റർ ബിലോ എച്ച് പി ആണ്. ആൻഡ് 30 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ആ സി എന്ന് പറയുന്ന പോയിൻറ്റ് 30 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയിരിക്കും. അപ്പോൾ 30 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് സി എന്ന് പറയുന്നത്. ഡി ഈസ് 55 മില്ലിമീറ്റർ ബിലോ എച്ച്. ഇപ്പോൾ ഡി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിൻറ്റ്
it is 55 millimeter below HP. 55 millimeter below HP and is in the third quadrant. ഇത് എന്തിലാണ് പറഞ്ഞേക്കുന്നത്? തേർഡ് ക്വാർട്ടറിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തേർഡ് ക്വാർട്ടറിലാണെന്ന് പറഞ്ഞാൽ തേർഡ് ക്വാർട്ടറിൻ്റെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയാണല്ലേ വരുന്നത്. ഇത് HP, ഇത് VP ആണെങ്കിൽ തേർഡ് ക്വാർട്ടറിൻ്റെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതെപ്പോഴും ബിലോ HP യും ബിഹൈൻഡ് VP ആണ്. അപ്പം ബിലോ HP തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അതെന്താണ്? ബിഹൈൻഡ് VP ആണെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലിരുന്നാൽ മതി. ഇതുകൊണ്ട് വലിയ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അവസാനം ഈ ആൻസർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം. ബിഹൈൻഡ് VP എന്ന് പറഞ്ഞാൽ എക്സ് ലൈൻ എങ്ങോട്ട് വരും? എക്സ് ലൈനിൻ്റെ മേളിലേക്ക് വരും എൻ്റെ പ്ലാൻ. അപ്പോൾ അത് ഡി എന്ന് പറയുന്ന പ്ലാൻ വരയ്ക്കുമ്പോൾ ഡി ഡാഷ് ബിലോ HP എന്ന് പറയുമ്പോൾ 55 millimeter എക്സ് ലൈന് താഴെയായിരിക്കും ഡി ഡാഷ് വരയ്ക്കും നമ്മൾ. ഇപ്പോൾ ഡി വരയ്ക്കുമ്പോൾ എപ്പോഴും മുകളിലേക്ക് എക്സ് ലൈന് മേളിൽ നിൽക്കുമോ എന്നുള്ളൊരു ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ എന്താണ് ഡി എന്ന് പറയുന്ന പോയിന്റ് ഈസ് ഇൻ തേർഡ് ക്വാർട്ടർ. അപ്പോൾ ഡി മുകളിലേക്ക് ഡി ഇരിക്കാവൂ എന്നുള്ളത് നമ്മുടെ എന്ത് ചെയ്യണം? മനസ്സിൽ വേണം. അത്രേ ഉള്ളൂ. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻ CD ഇഫ് ദ ലൈൻ ഈസ് ഇംഗ്ലൈൻഡ് അറ്റ് 30 degree ടു. അപ്പോൾ ഇംഗ്ലൈൻഡ് HP നമുക്ക് തന്നിട്ടുണ്ട്. ഇംഗ്ലൈൻഡ് HP എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഇതിൽ ഇംഗ്ലൈൻഡ് HP എന്ന് പറഞ്ഞാൽ തീറ്റയാണ് നമുക്കറിയാം. തീറ്റ ഈസ് ദ ഇംഗ്ലേഷൻ ഓഫ് ദ ലൈൻ വിത്ത് HP. അപ്പം തീറ്റയാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? 30 degree. തീറ്റ എന്തിൻ്റെ ഇംഗ്ലേഷനാണ്? വേണമെങ്കിൽ അത് ഞാൻ ബ്രാക്കറ്റ് എഴുതി വയ്ക്കാം. തീറ്റ A'(B1' എന്ന് പറയുന്ന ട്രൂ ലെന്ത്. A' അല്ലല്ലോ, ഇവിടെ C' അല്ലേ? C' D1' എന്ന് പറയുന്ന ട്രൂ ലെന്തിൻ്റെ ഇംഗ്ലേഷൻ CD ആണ്. അപ്പം C' D1' എന്ന് പറയുന്ന ട്രൂ ലെന്തിൻ്റെ ഇംഗ്ലേഷൻ ആയിരിക്കും. ഫൈൻഡ് ഔട്ട്സ് ഇസ് ട്രൂ ലെന്ത് ആൻഡ് ദ ഇംഗ്ലേഷൻ ഓഫ് ദ ലൈൻ വിത്ത് ട്രൂ ലെന്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ട്രൂ ലെന്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട C' D1' എന്ന് പറയുന്നതിൻ്റെ ലെന്തും അത് തന്നെയായിരിക്കും CD1 എന്ന് പറയുന്ന പ്ലാനിലെ ട്രൂ ലെന്തിൻ്റെ. ഈ രണ്ട് സാധനങ്ങൾ കണ്ടുപിടിക്കണം. ട്രൂ ലെന്ത് കണ്ടുപിടിക്കണം ആൻഡ് ട്രൂ ഇംഗ്ലേഷൻസ് വിത്ത് VP. ട്രൂ ഇംഗ്ലേഷൻ വിത്ത് VP എന്ന് പറഞ്ഞാൽ ഇംഗ്ലേഷൻ ഓഫ് ദ ലൈൻ വിത്ത് V, ദാറ്റ് ഇസ് 5. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ. അത് നമുക്ക് നമ്മൾ വരച്ച് വെച്ചാൽ മാത്രം പോരാ. ആൻസർ ചോദിച്ചു സ്പെസിഫിക്കലി ഒരു സാധനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? എടുത്തെഴുതും നമ്മൾ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്ത് പോവാം? വരച്ച് പോവാം. ബാക്കി നമുക്ക് വഴിയെ പോലെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ സംഭവങ്ങൾ വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? ബാക്കി കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു XY ലൈൻ വരയ്ക്കുവാണ്. ഇനി കറക്റ്റ് അതിനെ താഴോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ ഇരിക്കുവേ. അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. XY ലൈൻ. അപ്പോൾ ഇവിടെ എന്ത് തോന്നുന്നു? ഒരു XY ലൈൻ വന്നു. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ XY ലൈൻ ഇവിടെ ഉണ്ടെങ്കിൽ അടുത്ത ഫസ്റ്റ് ദ എലിവേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ CD ഈസ് 65 millimeter ലോങ്. ഇതൊന്നും നമ്മൾ നോക്കണം. ഇടയ്ക്ക് വേറെ എവിടെ പോയി ഇത് മാത്രം നോക്കിയാൽ ഫസ്റ്റ് ഈ പോയിൻ്റ് ആണ്. ഈ C എന്ന് പറഞ്ഞ പോയിൻ്റ് എനിക്ക് ഈസിലി ലൊക്കേറ്റ് ചെയ്യാനുള്ളൂ. 15 millimeter ബിലോ വെച്ച്. ഇപ്പോൾ 15 എന്ന് പറഞ്ഞാൽ 15 millimeter. അത് 1.5 millimeter, സോറി 1.5 centimeter. അപ്പോൾ 1.5 centimeter താഴേക്ക് എടുത്തു. ബിലോ HP ആകുമ്പോൾ താഴേക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് മാർക്ക് ചെയ്യും? അതിൻ്റെ എലിവേഷൻ മാർക്ക് ചെയ്യും. അഥവാ C' മാർക്ക് ചെയ്യും. 30 millimeter ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ 30 millimeter താഴോട്ട് തന്നെയാണ്. ഇപ്പോൾ 30 millimeter ഇവിടെ നിന്ന് XY ലൈനിൽ നിന്ന് താഴേക്ക് 30 എടുക്കുമ്പോൾ ഇതുവരെ വരും. ഇവിടെ നിന്ന് താഴേക്കാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ. രണ്ടും താഴെ വന്നു. മറ്റേത് മുകളിൽ ഒന്ന് താഴേക്കായിട്ട് കിടക്കുന്നത്. ഇവിടെ C യും താഴെ വന്നു, C' താഴെ വന്നു. അപ്പോൾ ഇതാണ് C' എന്ന് പറയുന്ന പോയിൻറ്റ്, ഇതാണ് C എന്ന് പറയുന്ന പോയിൻറ്റ്. ഡയമെൻഷൻ ഒന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, നിങ്ങൾ ആലോചിച്ചുണ്ടാൽ മതി. ഇപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളത് 15 millimeter ആണെന്നുള്ള ആലോചിച്ചോളൂ. ഇറ്റ് ഈസ് 15 millimeter. ഞാൻ ചുമ്മാ എഴുതുന്നേ ഉള്ളൂ. ഡയമെൻഷൻ പ്രോപ്പർ ഡയമെൻഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതേപോലെ ചെയ്യാം. അപ്പോൾ C ആയി. അപ്പോൾ ഇത് രണ്ടും ഞാൻ മാർക്ക് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് എന്ത് മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ CD ട്രൂ ലെന്ത് നമുക്ക് തന്നിട്ടില്ല. ട്രൂ ലെന്ത് ഇല്ല എന്നുള്ളത് ആലോചിക്കണം. C' 65 millimeter അതിൻ്റെ പ്ലാൻ എന്നുള്ളതുണ്ട്. അതവിടെ നിൽക്കട്ടെ. വേറെ ഒന്നും ചെയ്യാൻ മാർക്ക്. അപ്പോൾ തീറ്റ മാർക്ക് ചെയ്യാൻ പറ്റും. തീറ്റ മാർക്ക് ചെയ്താലും അതിൻ്റെ ട്രൂ ലെന്ത് തരാത്തതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ 5 ഇതുണ്ടോ നോക്കാം. 1 2 3 4 ഡേറ്റ അല്ലേ ഉള്ളൂ. 5ാമത്തെ ഡേറ്റ വല്ലതും ഉണ്ടോ? 5 ഡേറ്റാസ് വേണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സാധനം വരച്ചാൽ കിട്ടുമോ എന്നുള്ളതല്ലേ അറിയേണ്ടത്. നമുക്ക് ആദ്യം നമുക്ക് തീറ്റ മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ട്രൂ ലെന്ത് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പക്ഷേ അതിൽ പകരം C' എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. C' എന്ന് പറയുന്നത് 65 millimeter ലെന്തുള്ള ഒരു സംഭവമാണ്. പക്ഷേ D എന്ന് പറയുന്നത് 55 millimeter ബിലോ HP. ഇപ്പോൾ D എവിടെയെങ്കിലും മാർക്ക് ചെയ്യണമെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് പറ്റിയുന്ന പ്രൊജക്ടേഴ്സ് വേണം. നമുക്ക് ഡിസ്റ്റൻസ് പറ്റിയുന്ന പ്രൊജക്ടേഴ്സും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ ഡിസ്റ്റൻസ് പറ്റിയുന്ന പ്രൊജക്ടർ തരാത്തിടത്തോളം നമുക്ക് ആ ഒരു സാധനം മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്.
ഈ ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 55 മില്ലിമീറ്റർ ബിലോ HP എന്ന് പറയുമ്പോൾ കറക്റ്റ് പോയിൻ്റ് നമുക്ക് ഡി എടുത്ത് താഴേക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫിഗർ വരുന്നത്. ഇതിലെന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ഏത് സാധനം വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ 55 മില്ലിമീറ്റർ ബിലോ HP എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ബിലോ HP എന്ന് പറയുന്ന സാധനം. അപ്പോൾ ബിലോ HP എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബി ഡാഷ് എന്ന് പറയുന്ന സി എന്ന് പറയുന്നതിൻ്റെ ഏത് പോയിൻ്റാണ് കിട്ടുന്നത്, ഡി എന്ന് പറയുന്ന പോയിൻ്റ് ഏത് പോയിൻ്റാണ് കിട്ടുന്നത്, ഡി ഡാഷാണ് കിട്ടുന്നത്. അത് ബിലോ HP എന്ന് പറഞ്ഞാൽ എക്സ് വലൈന് താഴെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു 55 മില്ലിമീറ്റർ ഞാൻ എന്ത് ചെയ്യാണ് മാർക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് റോട്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് എനിക്ക് ആ പോയിൻ്റ് കിട്ടത്തില്ല. പക്ഷേ 55 മില്ലിമീറ്റർ താഴേക്ക് എടുത്തിട്ട് എനിക്കൊരു സാധനം വരച്ചിടാൻ പറ്റും. ആ ലോക്കസ് ലൈൻ വരച്ചിടാൻ പറ്റും. ഏത് ലോക്കസ് ലൈൻ? അതുകൊണ്ട് ഈ ലോക്കസ് ലൈൻ വരച്ചിടാൻ പറ്റും. ഈ ലോക്കസ് ലൈൻ ഇത് ബി ആണ് താഴെ കിടക്കുന്നത്, പ്ലാനാണ് താഴെ കിടക്കുന്നത്. അത് ഇൻ ഫ്രണ്ട് ഓഫ് EP വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാവാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡി എന്ന് പറയുന്ന പോയിൻറ്റ് 55 മില്ലിമീറ്റർ ബിലോ HP ആണ്. അപ്പോൾ ബിലോ HP എന്ന് പറഞ്ഞാൽ ഡി ഡാഷ് താഴെ കിടക്കും, എക്സ് ലൈന് താഴെ എത്ര മില്ലിമീറ്റർ, 55 മില്ലിമീറ്റർ താഴെ കിടക്കുന്നു. പക്ഷേ എവിടെ കിടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് 55 മില്ലിമീറ്റർ നമുക്ക് എടുക്കാം താഴേക്ക്. പക്ഷേ അത് എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് വി ക്യാൻ ഡ്രോ ദ ചെയിൻ ലൈൻ, ലോക്കസ് ലൈൻ വരച്ചിടാം. ആ ലൈൻ വരച്ചിടാം. കണ്ടോ, ഇത് നമുക്ക് ഒരു ഡേറ്റയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മിസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും വെച്ച് എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, വരച്ചു. അപ്പോൾ ഈ ലോക്കസ് ലൈനൊക്കെ നമ്മൾ ഒരുപാട് വരച്ചിട്ടുള്ള, അതുകൊണ്ട് അത് കൺഫ്യൂഷൻ വരാൻ വഴിയില്ല. അപ്പോൾ നമുക്കറിയാം ഈ ലൈനിൽ എവിടെയോ എന്ത് കിടക്കുമെന്നറിയാം, ഈ ലൈനിൽ എവിടെയോ ഡി ഡാഷ് കിടക്കുമെന്നറിയാം. 55 മില്ലിമീറ്റർ എന്താ പറഞ്ഞിരിക്കുന്നത്, ബിലോ HP. അപ്പോൾ ഡി ഡാഷ് ഇവിടെ കിടക്കും. ഡി ഡാഷ് ഉണ്ടെങ്കിൽ അതേ ലൈനിൽ തന്നെ D1 ഡാഷ് കിടക്കുമെന്നും എനിക്കറിയാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് എന്താണ്, ഇവിടെ എന്താണ് ബി ഡാഷ് കിടക്കുന്നു, അതിൻ്റെ കൂടെ B1 ഡാഷ്. അപ്പോൾ ഈ ലൈനിൽ തന്നെയാണ് ബി ഡാഷും കിടക്കുന്നത്, B1 ഡാഷും കിടക്കുന്നത്. ഇവിടെ താഴെ ബിയും B1. അത് പ്ലാൻ ഉണ്ടെങ്കിൽ B1 എന്ന് പറയുന്ന ടൂൾ എന്നുള്ള പോയിൻറ്റും അതേ ലൈനിൽ കിടക്കും. അപ്പോൾ ലോക്കസ് ലൈൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ലൈൻ വരച്ചിട്ടോ, അപ്പോൾ ഈ ഒരു പോയിൻറ്റ് ഞാൻ എന്ത് ചെയ്തു, മനസ്സിലാക്കി. ഇപ്പോൾ ഡി ഡാഷ് താഴെ കിടക്കും. പിന്നെ ഇത് ബിഹൈൻഡ് VP ആയിരിക്കും, തേർഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് ഡി എന്ന് പറയുന്ന മേളിൽ പോകും എന്നുള്ളത് പോട്ടെ, അത് മുകളിലോട്ടായിരിക്കും ഇരിക്കുന്നത്. അതൊക്കെ അതുകൊണ്ട് അപ്പോൾ ഈ ഒരു പോയിൻറ്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇനി എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, C ഡാഷ് D ഡാഷ് 65 മില്ലിമീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. C ഡാഷ് D ഡാഷ് 65 മില്ലിമീറ്റർ ആണെന്ന് പറഞ്ഞാൽ 65 മില്ലിമീറ്റർ എനിക്ക് എന്ത് ചെയ്യാം, കോമ്പസിൽ എടുക്കാം. അത് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, 65 എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് കോമ്പസിൽ 65 എന്ന് എടുക്കാം. ഇനി ഞാൻ എവിടെ നിന്ന് എങ്ങോട്ട് മാർക്ക് ചെയ്യണം, C ഡാഷ് മുതൽ D ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 65. അപ്പോൾ C ഡാഷ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കും. C ഡാഷ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കോമ്പസ് ഒരു സൈഡ് വെക്കാം. അടുത്ത സൈഡ് എവിടെ വെക്കണം, D ഡാഷിൽ വെക്കണം. D ഡാഷ് എവിടെയാണ്, കറക്റ്റ് എനിക്ക് പോയിൻ്റ് ഇല്ല, ബട്ട് D ഡാഷ് കിടക്കുന്ന ലൈനുണ്ട്. കണ്ട, ഈ ലൈനിലാണ് എന്ത് കിടക്കുന്നത്, D ഡാഷ് കിടക്കുന്നത്. അപ്പോൾ ആ ലൈനിൽ D ഡാഷ് കിടക്കുമെങ്കിൽ ആ ലൈനിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ മതി. ഇതുണ്ട്, ഇവിടെ കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഇതോടെ ഡിസ്റ്റൻസ് 65 കറക്റ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് എനിക്ക് കുത്തിയതിന് ശേഷം അവിടെ എനിക്ക് എന്താണെന്ന് മാർക്ക് ചെയ്യാം, ദാറ്റ് ഈസ് D ഡാഷ് എന്ന് എനിക്ക് ഫിക്സ് ചെയ്യാം. ആ ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഉപയോഗം ഞാൻ അവസാനമേ ഡാർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഡാർക്ക്നെസ് കൂട്ടി വരയ്ക്കുന്നത്. ഇത്രയും ഡാർക്ക്നെസ് നിങ്ങൾ വരയ്ക്കേണ്ട കാര്യമില്ല, ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡാർക്ക്നെസ് വരയ്ക്കുന്നത്. അവസാനം എന്ത് ചെയ്യാം, ഞാൻ ഡാർക്ക് ആക്കുന്ന സാധനം നമ്മുടെ ഈ പേന വെച്ചായിരിക്കും ഡാർക്ക് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ വരച്ചോളാം നിങ്ങളുടെ ഡാർക്ക്നെസ് H വരയ്ക്കാൻ. ഇതിപ്പോൾ 2H ആണെന്ന് സങ്കല്പിക്കുക. അത് 2H ഒന്നുമല്ല, HB ആയി സാധനം. കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ C ഡാഷ്, അപ്പോൾ സോറി പ്രശ്നം പറ്റിയല്ലോ. ഏതൊക്കെ തമ്മിലാണ് ജോയിൻ ചെയ്യേണ്ടത്, C ഡാഷും D ഡാഷും തമ്മിലാണ്. ഞാൻ Cയും Dയും തമ്മിലാണ് ജോയിൻ ചെയ്ത് വെച്ചത് അല്ലേ. C മുതൽ D ഡാഷ് വരെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് വേണ്ടത്. ഇതാണ് ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇത് പതിയുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊക്കെ മോളിൽ നോക്കാൻ പോയതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ പോവും. അപ്പം എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാതിരിക്കുക നോക്കുക. അപ്പോൾ C ഡാഷ് D ഡാഷാണ് 65. അപ്പം C ഡാഷ് വെച്ചിട്ടാണ് ഞാൻ D ഡാഷ് 65 കട്ട് ചെയ്തത്. അപ്പോൾ C ഡാഷും D ഡാഷും കൂടെ തന്നെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ജോയിൻ ചെയ്യുന്നത്. മാറിപ്പോരുത്. ഇങ്ങനെയുള്ള തെറ്റുകൾ എല്ലാവർക്കും പറ്റാവുന്നതാണ്, ശ്രദ്ധിച്ചോളുക. എന്നെപ്പോലെ മണ്ടത്തരം കാണിക്കരുത്. അപ്പോൾ C ഡാഷ് D ഡാഷായി. ഓക്കെ, അപ്പോൾ C ഡാഷ് D ഡാഷ് ആയി കഴിഞ്ഞാൽ ഇനി എനിക്കൊരു കാര്യം അറിയാം, D ഡാഷാണ് ഇതെങ്കിൽ D എന്ന് പറയുന്ന ലൈൻ ഇതിലെവിടെയോ കിടക്കുമെന്നറിയാം. D ഡാഷും D ഒരേ വെർട്ടിക്കൽ ലൈനിൽ കിടക്കുന്നു. അപ്പോൾ C ഡാഷും C ഒരേ വെർട്ടിക്കൽ ലൈനിൽ ഇവിടെ കിടക്കുന്നത് പോലെ D ഡാഷും Dയും ഒരേ വെർട്ടിക്കൽ ലൈനിൽ തന്നെ കിടക്കും. അപ്പോൾ ഈ ലൈനിൽ എവിടെയോ എന്തുണ്ട്, D ഉണ്ട്. അത് എക്സ് ലൈനിന് മുകളിൽ തന്നെ ആയിരിക്കും. കാര്യം ബിഹൈൻഡ് VP ആണ് നമുക്ക് വരേണ്ടത് എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. തേർഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് ബിഹൈൻഡ് VPയുടെ കണ്ടീഷൻ വരത്തുള്ളൂ. അപ്പോൾ ബിഹൈൻഡ് VP വന്നു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ബിഹൈൻഡ് VP ദെൻ ദ ലൈൻ വിൽ ബി, ദ പോയിൻറ്റ് വിൽ ബി എബോവ്, അല്ലെങ്കിൽ ദ പ്ലാൻ ഓഫ് ദ പോയിൻറ്റ് D എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എബോവ് XY ലൈൻ. നമുക്കറിയാമെന്നുള്ള സാധനം. അപ്പോൾ അതെൻ്റെ മനസ്സിലേക്കുണ്ട്, അത് ഞാനിങ്ങനെ എഴുതിയിട്ടു. അപ്പോൾ എന്തൊക്കെ ഞാൻ മാർക്ക് ചെയ്തു, ഇതുപോലെ സാധനം. ഇനി ഒരു സാധനം കൂടെ മാർക്ക് ചെയ്യാവുള്ളൂ, തീറ്റ. 30 ഡിഗ്രിയാണ് തീറ്റ എന്ന്. തീറ്റ മാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എവിടാ. തീറ്റ എന്ന് പറയുന്നത് എന്തിൻ്റെ ഇൻക്ലിനേഷനാണ്, A ഡാഷ് B1 ഡാഷിൻ്റെ ഇൻക്ലിനേഷനാണ് തീറ്റ. അത് ഇതാണ് തീറ്റ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ A ഡാഷ് B1 ഡാഷിൻ്റെ ഇൻക്ലിനേഷനാണ് തീറ്റ നമുക്കറിയാം. A ഡാഷ് B1 ഡാഷിൻ്റെ ഇൻക്ലിനേഷനാണ് തീറ്റയെങ്കിൽ ഇവിടെ C ഡാഷ് D1 ഡാഷിൻ്റെ ഇൻക്ലിനേഷനാണ് തീറ്റ. അപ്പോൾ C ഡാഷിൻ്റെ പോയിൻ്റ് എവിടെ, C ഡാഷ് എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടെ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ തീറ്റ മാർക്ക് ചെയ്യുന്നു. എനിക്കെന്തോ പ്രശ്നം, C ഡാഷ് D1 ഡാഷിൻ്റെ ഇൻക്ലിനേഷനാണ് തീറ്റ. അപ്പോൾ അവിടെ വെച്ച് 30, എത്ര തീറ്റ ഇൻക്ലിനേഷൻ പറഞ്ഞത് 30. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട്
ഞാൻ 30 ഡിഗ്രി എടുക്കാനായിട്ട് പോകും. 0, 10, 20, 30 അതാണ്ട് 30 വെച്ചിട്ട് എന്നിട്ട് ആ ഒരു സി ഡാഷ് മുതൽ ആ പോയിൻ്റ് വരെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഇങ്ങനെ താഴേക്ക് അങ്ങ് പോയി. എനിക്കിപ്പം ആ സി ഡാഷിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ എൻഡ് പോയിൻ്റ് ഏതെന്ന് അറിയാം. എൻ പോയിൻ്റ് എന്താണ്? അതായത് തീറ്റ എന്ന് പറയുന്നത് എന്തിൻ്റെ ഇംഗ്ലീഷാണ്? സി ഡാഷ് D1 ഡാഷിൻ്റെ ഇംഗ്ലീഷാണ്. അപ്പോൾ D1 ഡാഷ് എനിക്ക് ഈ ലൈനിൽ കിടക്കുവാണ്ട്, ഈ ലൈനിൽ കണ്ട ലോക്കസ് ലൈൻ ഞാൻ വരച്ച് വെച്ചെങ്ങനെ കണ്ട D1 ഡാഷ് എന്ന് പറഞ്ഞ് ഈ ലൈനിലാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ D1 ഡാഷ് എന്ന് പറയുന്ന പോയിൻ്റ് ഈ ലൈനിൽ കിടക്കുവാണെങ്കിൽ ഈ സി ഡാഷിൽ വെച്ച് വരച്ച 30 ഡിഗ്രി ഇംഗ്ലീഷിന് വരച്ച ഈ ലൈൻ, അതായത് ഇതിപ്പോൾ ഞാനിപ്പോൾ എത്ര ഡിഗ്രി ഇംഗ്ലീഷിന് വരച്ച 30 ഡിഗ്രി ഇംഗ്ലീഷിന് വരച്ച ഈ ലൈനിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് അടുത്ത എൻഡ് ഈ ലൈനിൽ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് പോയിൻ്റ് ആയിരിക്കും? D1 ഡാഷ് എന്ന് പറയുന്ന പോയിൻ്റ് ആയിരിക്കും. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഓൾറെഡി എന്ത് തന്നെയാണ്? സി ഡാഷ് തന്നെയാണ്. ഈ പോയിൻ്റ് സി ആണെന്നുള്ളത് ഓർമ്മ. ഓക്കെ, അപ്പോൾ സി ഡാഷ് D1 ഡാഷ് എനിക്ക് കിട്ടി. അതായിരിക്കും അവിടുത്തെ ട്രൂ ലെന്ത്. ഇപ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി ട്രൂ ലെന്ത് ഇവിടെ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ അളന്ന് നോക്കി കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ ട്രൂ ലെന്ത്. ഇപ്പോൾ എത്രയാണ്? 8.1, അതായത് 81 മില്ലിമീറ്ററാണ് എനിക്ക് ട്രൂ ലെന്ത് ആയിട്ട് ഇവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ചെറിയ വേരിയേഷൻ അങ്ങോട്ട് 3 മില്ലിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്യാം. അപ്പോൾ അതൊന്നും എന്തുള്ള കാര്യമല്ല, പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ XY ലൈൻ വരച്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ക്ലിയറായി. ഇനി ട്രൂ ലെന്ത് ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് എനിക്ക് പോകാവുന്നതേ ഉള്ളൂ. ട്രൂ ലെന്ത് എന്ന് പറയുന്ന സാധനം കിട്ടി. ട്രൂ ലെന്ത് നിന്ന് സാധാരണ നമ്മൾ മറ്റേ ഈ സാധനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ട്രൂ ലെന്ത് ഉണ്ടെങ്കിൽ ട്രൂ ലെന്ത് നിന്ന് മുകളിലോട്ട് വെർട്ടിക്കൽ വരയ്ക്കും. ഇപ്പോൾ B1 ആണ് താഴെ. അപ്പോൾ B1 ഉണ്ടെങ്കിൽ B1 നിന്ന് വെർട്ടിക്കൽ വരയ്ക്കും. A ഡാഷ് വെച്ച് വരച്ച ഹൊറിസോണ്ടൽ വരെ. ഇവിടെ ഉള്ളത് ഏതാണ്? D1 ഡാഷാണ്. D1 ഡാഷ് ആണെങ്കിൽ D1 ഡാഷിൽ നിന്ന് മുകളിലേക്ക് വെർട്ടിക്കൽ വരയ്ക്കണം. മുകളിലേക്കോ താഴേക്കോ വെർട്ടിക്കൽ വരയ്ക്കണം. എവിടം വരെ വരച്ചേ? സിയിൽ വെച്ച് വരച്ച ഹൊറിസോണ്ടൽ വരെ. സിയിൽ വെച്ച് വരച്ച ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതാണ് ആലോചിക്കേണ്ടത്. ഇത് തിരിഞ്ഞു പോകരുത്. ഇവിടെ ചെയ്യുന്ന പരിപാടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ B1 ഡാഷ് ആണ്. B1 ഡാഷ് മുകളിലാണ് നടക്കുന്നത്. B1 ഡാഷ് താഴേക്ക് വെർട്ടിക്കൽ വരച്ച് എവിടം വരെ വരച്ചേ? എയിൽ വെച്ച് വരച്ച ഹൊറിസോണ്ടൽ വരെ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ? D1 ഡാഷ് നിന്ന് വെർട്ടിക്കൽ വരയ്ക്കുക, സിയിൽ വെച്ച് വരച്ച ഹൊറിസോണ്ടൽ വരെ. എന്നിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് കോമ്പസ് എടുത്ത് ആർക്ക് കട്ട് ചെയ്താൽ മതി അല്ലേ? ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ആർക്ക് വരച്ചാൽ അതിൽ കിടക്കുന്ന പോയിൻ്റ് ആയിരിക്കും നമ്മുടെ ഏത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഏത് പോയിൻ്റാണ്? B1 ഡാഷിൽ നിന്ന് വെർട്ടിക്കൽ വരച്ചു, ഇവിടം വരെ കൊണ്ടുവന്നു, എന്നിട്ട് ഇവിടെ നിന്ന് കോമ്പസ് കുത്തി ആർക്ക് കട്ട് ചെയ്തു. ആർക്ക് കട്ട് ചെയ്താൽ കിടക്കുന്ന പോയിൻ്റ് ഏതാണ്? B ആണ്, പ്ലാനിലെ പോയിൻ്റ്. അപ്പോൾ ഇവിടെ B എന്ന് പറയുന്നതാണ് പ്ലാനെങ്കിൽ ഇവിടുത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ D ആണ് അല്ലേ? അപ്പോൾ ഇത് വെർട്ടിക്കൽ വരച്ചാൽ ഈ ലൈനിൽ കിടക്കുന്ന ഈ ഒരു ആർക്കിൽ കിടക്കുന്ന പോയിൻ്റ് ആയിരിക്കും D. അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈനിലും D കിടക്കും, ഈ ആർക്കിലും D കിടക്കും. എങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ചേരുന്ന ഈ ഒരു പോയിൻ്റ് ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റ് D, പ്ലാൻ ഓഫ് ദ പോയിൻ്റ് D. അപ്പോൾ D കിട്ടി, D ഡാഷും കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ D കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി എന്താ ചെയ്യാം? സിയും ഡിയും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് എന്തായി? എൻ്റെ പ്ലാനായി. കണ്ടോ, ദിസ് ഇസ് എ പ്ലാൻ. സിയും ഡിയും കൂടെ ജോയിൻ ചെയ്ത പ്ലാനായി. D കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് എനിക്ക് ലോക്കസ് ലൈൻ വരയ്ക്കാം. ആ ലോക്കസ് ലൈനിൽ എന്തായി കിടക്കും? ഡിയും കിടക്കും, D1 കിടക്കും. അതെനിക്ക് വരച്ചതാണ്. ഡിയും കിടക്കും, D1. അപ്പോൾ ഈ ലോക്കസ് ലൈൻ്റെ പ്രത്യേകത D എന്ന് പറയുന്ന പ്ലാനും D1 എന്ന് പറയുന്ന അതിൻ്റെ ട്രൂ ലെന്തിലെ പോയിൻ്റ് അവിടെ കിടക്കും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എനിക്കറിയാം ഇതാണ് ട്രൂ ലെന്ത്. ഈ ട്രൂ ലെന്ത് തന്നെയായിരിക്കും ഇവിടെയും. രണ്ടിനും ഒരേ ട്രൂ ലെന്ത് അല്ലേ? അപ്പോൾ ഇതാണ് ട്രൂ ലെന്ത്. ഈ ട്രൂ ലെന്ത് തന്നെയാണ് മുകളിലും വരുന്നത്. അപ്പോൾ ഇതാണ് ട്രൂ ലെന്തെങ്കിൽ ആ ട്രൂ ലെന്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു? കോമ്പസിലെടുത്തു. എവിടെ വെച്ച്? സിയിൽ വെച്ച് കട്ട് ചെയ്തു. സിയിൽ വെച്ച് D1 എന്ന് പറയുന്ന ലൈൻ ഇതിലല്ലേ വരുന്നത്, ഇതിൽ തന്നെ കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റ് എന്ത് കിട്ടി? D1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സിയും D1 കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. ഇതായിരിക്കും ട്രൂ ലെന്ത്, ഇതായിരിക്കും എൻ്റെ പ്ലാൻ. ഇനി ഇവിടുത്തെ എലിവേഷൻ എന്താണ്? സി ഡാഷ് D ഡാഷ്. ഇവിടുത്തെ കറസ്പോണ്ടിങ് എലിവേഷനിലുള്ള ട്രൂ ലെന്ത് ഏതാണ്? സി ഡാഷ് D1 ഡാഷ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലേഷൻസ് വേണമെങ്കിൽ അവ തീറ്റാതാണ്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലേഷൻസ് മാത്രം ഞാനിവിടെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് 5. CD1ൻ്റെ ഇംഗ്ലേഷനല്ലേ എന്തെന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 5 എന്ന് പറയുന്ന സാധനം എത്രയാണെന്നുള്ളത് ഞാനിവിടെ എന്ത് ചെയ്ത് എഴുതണം? മെഷർ ചെയ്ത് എഴുതണം. 39, 38 ഒക്കെ കിടക്കുന്നു. അപ്പോൾ 38 ഡിഗ്രി എന്ന് വന്നു. ഇനി അടുത്ത് ഇതിൻ്റെ ലെന്ത് CD1 ട്രൂ ലെന്ത് ഇതിൻ്റെ എന്താണ്? ഇതിൻ്റെ ലെന്താണ്. ഇപ്പോൾ 79 ഒക്കെ വന്നോളൂ. ഇവിടെ ഇതല്ലേ എനിക്ക് കിട്ടിയത്, അത് ഞാനൊന്ന് എഴുതാം. 82 മില്ലിമീറ്റർ. എനിക്കിപ്പോൾ 80 കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല, 79 കിട്ടിയാലും പ്രശ്നം. നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ അത് എഴുതാം. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് കറക്റ്റ് ഇതിൻ്റെ മുകളിൽ നിന്ന് വരച്ചാൽ എനിക്ക് പാരലൽ പെർപെൻഡിക്കുലർ വെർട്ടിക്കലേ കറക്റ്റ് ആകത്തുള്ളൂ. ഞാൻ പിന്നെ ഈ സൈഡിലോട്ട് മാറിയിരിക്കുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഇവിടെ വരും. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ അത് വലിയ വേരിയേഷൻസ് ഇല്ലെങ്കിൽ എന്താണ്
കുഴപ്പമില്ല. 38 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 41 ആവാം, ചിലപ്പോൾ 36 ആവാം, ഡിപ്പെൻസ്. അപ്പോൾ ഇത്രയും മാനുവൽ എലിവേഷൻ പഠിച്ചു ഈ കാര്യങ്ങൾ. അപ്പോൾ ഈ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവിടെ ചെയ്ത സാധനം എന്ന് പറയുന്നത് എവിടെ ചെയ്ത സാധനം തന്നെയാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ബേസിക് ഫിഗർ ചെയ്തിരിക്കുന്ന സെയിം സാധനം തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ബട്ട് വേറെ രീതിയിൽ അത് അലൈൻ ചെയ്യപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഫൈ ആണ്. അതേപോലെ ബീറ്റ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ സി ഡിയുടെ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഞാൻ സി ഡിയുടെ ഇംഗ്ലീഷിന് അവിടെ എനിക്ക് എന്ത് മാർക്ക് ചെയ്യാം, ബീറ്റ മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഇനി വേണം സി ഡാഷ് ഡി ഡാഷിൻ്റെ ഇംഗ്ലീഷിനാണ്ട് ഇതിപ്പോൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് സി ഡാഷ് ഇംഗ്ലീഷ് വേണമെങ്കിൽ ആൽഫ മാർക്ക് ചെയ്യാം. കണ്ടോ, അത് തന്നെയാണ്. എ ഡാഷ് ബി ഡാഷിൻ്റെ ഇംഗ്ലീഷ് ആൽഫ, ഇവിടെ ഇപ്പോൾ സി ഡാഷ് ഡി ഡാഷ്, അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിലൂടെ ആൽഫയായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ മാറി മാറി വരാം. അപ്പോൾ ഇതൊരു ഇപ്പോൾ ഇത് പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 4-5 ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചിട്ട് അടുത്ത ഒരു റേഞ്ചിൽ ഉള്ള ക്വസ്റ്റ്യൻ എന്നോണം പഠിക്കുക മാത്രമേ ഇത് നിങ്ങൾക്ക് എന്താകത്തുള്ളൂ, വർക്കാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇതും തോന്നുന്നു എന്ന് പറഞ്ഞിരിക്കും.